ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ പുതുപുത്തനൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു ഓട്ടോ ഡിലക്സ് മലപ്പുറത്ത്. ഗൈസ്, ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സ്വന്തമാക്കാം. ബഡ്ജറ്റ് വളരെ കുറച്ചാണ് നമ്മൾ വാഹനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ മാക്സിമം ലോണും കൊടുക്കും. അപ്പോൾ ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ചെറുവണ്ടി നോക്കുന്നവർക്ക് ചെറുവണ്ടി ഉണ്ട്. പിന്നെ അത്യാവശ്യം SUV ടൈപ്പ് നോക്കുന്നവർക്ക് അതുണ്ട്. ലക്ഷറി വണ്ടി നോക്കുന്നവർക്ക് അതുണ്ട്. ഒരു 1,00,000 താഴെ വണ്ടി നോക്കുന്നവർക്ക് അതും. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു വിട്ടാലോ. ആദ്യമായിട്ട് WRV, എക്സ്പ്രസോ, കിയ സെൽട്ടോസ്, ഇയോണ്, നാനോ, വാഗനാറ്, റിഡ്സ്, ബലേനോ, i20, സ്കോർപിയോ തുടങ്ങിയ ഒരുപാട് സ്റ്റോക്ക് വേറെയുണ്ട്. i20, വാഗനാറ്, സെലേറിയോ, നാനോ, ആൾട്ടോ, ഇയോണ്, ഹോണ്ട സിറ്റി 4 കിടിലൻ അലോയിലിട്ട് ബലേനോ ഉണ്ട്. പിന്നെ സിയാസ് ഉണ്ട്. പിന്നെ പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ 7 സീറ്ററിന്റെ ഒരു ചെറിയൊരു കളക്ഷൻ ഇത് അവിടെ കാണാൻ സാധിക്കും. ഇന്നോവ, XUV, എർട്ടിഗ, വീണ്ടും ഇന്നോവ, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമോ? നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നാല് മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, മേൽമുറി ആലത്തൂർപ്പടി എന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഷോറൂമിന്റെ പേര് ഓട്ടോ ഡിലക്സ് എന്നാണല്ലേ. നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? 47 വണ്ടിയുണ്ട്. 47 വണ്ടി. പിന്നെ നമ്മളെ കസ്റ്റമർ ചോദിച്ചാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചെയ്ത് കൊടുക്കാം അല്ലേ? എല്ലാ വണ്ടികളും ഒരുപാട് ഇതിന്റെ 4 ഇരട്ടി നമുക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് ചെറിയ ബഡ്ജറ്റിലല്ലേ? മാക്സിമം നല്ല വണ്ടികൾ. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എല്ലാ ലോണും നമുക്ക് ചെയ്ത് കൊടുക്കും. കേരളത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളം എവിടെ നമുക്ക് ലോൺ സെറ്റ് ചെയ്തു. ഒരുപാട് പേരുടെ ഒരു പേടിയായിരിക്കും. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ ഫ്ലഡ് ആണോ, ടോട്ടൽ ലോസ് ആണോ, ഇടിച്ച വണ്ടിയാണോ, നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ എന്റെ അടുത്ത് വണ്ടി എടുക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ എന്താ വെച്ചാല്, നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിക്കാം. അല്ലെങ്കിൽ അതാത് കമ്പനി, ഇപ്പൊ ഇത് ഹോണ്ടയുടെ വണ്ടിയാണ്, അതെല്ലാം മാരുതിയാണ്, തൊട്ടപ്പുറത്ത് കിയാണ്. ഏത് കമ്പനിന്റെ വണ്ടിയാണെങ്കിലും അതാത് കമ്പനി കൊണ്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ വണ്ടി കച്ചവടം ചെയ്യാത്ത നല്ല മെക്കാനിക്കിന്റെ അടുത്ത് എവിടെ നിങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ നോക്കിയെടുക്കുമ്പോൾ നല്ല വണ്ടികൾ മാത്രമേ നോക്കി സെലക്ട് ചെയ്യുള്ളൂ. ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ആയ വണ്ടി ഞങ്ങൾ എടുക്കില്ല. ഇനി അങ്ങനെ വരുന്ന വണ്ടിയാണെങ്കിൽ അത് പ്രത്യേകം പറയും ഇത് വെള്ളം കയറിയ വണ്ടിയാണ്, റീപ്ലേസ് ഉണ്ട്, ഞങ്ങൾക്ക് അറിയുന്ന സംഗതിയൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിനനുസരിച്ച് വില ഉണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർ പറയും അവിടെ ഈ വണ്ടിക്ക് ഇത്ര റേറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, കിട്ടും. ചിലപ്പോ ഞാനിപ്പോ ഈ വണ്ടി 8 ലക്ഷം റുപ്യന്റെ വണ്ടിയാണെങ്കിൽ 4 ലക്ഷം റുപ്യക്കും ഇതേ മോഡൽ വണ്ടികൾ കിട്ടും. പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ അവർക്ക് പരിചയമുള്ള, അവർക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് അനുഭവമുള്ള മെക്കാനിക്കിന് അവർ കൊണ്ടുപോയി കാണിച്ചോട്ടെ. 20-30 കിലോമീറ്റർ അങ്ങനെയാണ് ഇവിടുന്ന് എല്ലാ വണ്ടിയും പോലെ സൗകര്യം ചെയ്ത് കൊടുക്കല്ല. അങ്ങനെയാണ് ഇവിടുന്ന് പോകുന്ന എല്ലാ വണ്ടികളും പോലുള്ളത്. അങ്ങനെ അവർ ഇഷ്ടമുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ട് തന്നെ കൊണ്ടുപോകും. അപ്പൊ അതിൽ നമുക്ക് ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി കൊടുക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. കൃത്യമായിട്ട് ഹോണ്ടയുടെ മൈലേജ് ഉള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞൊരു വാഹനം നമുക്ക് പരിചയപ്പെടാം അല്ലേ? അതെ അതെ. ഇതിനെ പറയണ മൈലേജിന്റെ രാജാവ് എന്നാണ്. ഹോണ്ട WRV ഡീസലാണ്. ഡീസലില് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള മൈലേജ് ഉള്ള വണ്ടിയാണ്. കോസ്റ്റ് കുറവാണ് താരതമ്യേന. ഇത് മോഡലും കാര്യങ്ങളൊക്കെ എത്ര വരും? ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,30,000 ഓടിയാണ്. 1,30,000 കമ്പനി സർവീസും ഉണ്ട്. പിന്നെ മേജർ ആയിട്ട് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നുമില്ല. ടയറൊക്കെ എബോ ആവറേജ് ഓടാനുണ്ട്. വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓടി സൺറൂഫ് വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, വരും. ഒരുപാട് ഫീച്ചേഴ്സ്, എയർ ബാഗ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ്, സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ്, സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്ന വണ്ടിയല്ലേ? അതുപോലെ ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ ഫോൾഡബിൾ ആണ്. അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഹോണ്ടയുടെ 2017 ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ മെയിൻ്റെനൻസ് പറഞ്ഞ മൈലേജ് ഉള്ള വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? നമ്മൾ 8 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്, കമ്മിയാക്കി കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. കുറഞ്ഞ പൈസക്ക് ഒരു 50,000 രൂപന്റെ ഉള്ളിൽ കാണാനാണെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ, അതാണ് മെയിൻ ആയിട്ട്. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ താഴേക്ക് തന്നെ ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു കുഞ്ഞൻ SUV പരിചയപ്പെടാം. ഇതിപ്പോ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. 2023 ഇറങ്ങിയ വണ്ടിയാണ്. അതെ, ഇത് മോഡലും കാര്യം 2023 ആണ്. 2022 മോഡലാണ്. 23 ഇറങ്ങിയത്. ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഓണർ എന്തായാലും സിംഗിൾ ആയിരിക്കും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല. ടയർ ഒരു 80% ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. പക്ക വണ്ടിയാണ്. 5,10,000 നമ്മൾ ഉദ്ദേശിക്കുന്ന വില. AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ടിൽ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ, എയർ ബാഗ്,
ഇത് VXI ആണോ? അതെ, VXI ഓപ്ഷനിൽ വരുന്നതാണ്. VXI ഓപ്ഷൻ ആണ് വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ചെറിയ ലേഡീസിനൊക്കെ 60-70% ഓടാണ്ട്. കമ്പനി ടയർ അതിമുള്ളത്. ആകെ 11,000 എന്തോ ചില്ലറ ഓടിയിട്ടുള്ളൂ. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാ. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഇറക്കി കൂടെ? ഇറക്കി കൊടുക്കാം. 2023 ഇറങ്ങിയാൽ ചെറിയ പൈസ നമുക്ക് ഇറക്കി. അടുത്തതായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് കിയയുടെ സെൽറ്റോസ്. അതും ഒരു ഷോറൂമിൽ കണ്ടുവരാത്തൊരു വണ്ടി അല്ലേ? അതെ, കിയ സെൽറ്റോസ് HTX ആട്ടോ ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഒരുപാട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, നല്ല അടിപൊളി ഫോഗ് ലാമ്പുകൾ, അലോയ് വീല് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫും വരുന്നുണ്ട്. ചെറിയ സൺറൂഫും വരുന്നുണ്ട്. വണ്ടി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? വണ്ടി ആകെ 75,000 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓണർ, കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ്. മോഡല് 2021 മോഡൽ സിംഗിൾ ഓണർ. 2021 4 മാസം ഇറങ്ങിയ വണ്ടിയാ. ഓക്കെ, മുട്ട് കാര്യങ്ങളില്ല, ആക്സിഡന്റ് ഇല്ല. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, റിവേഴ്സ് ക്യാമറ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ സെറ്റപ്പും. ആസ്കിംഗ് പ്രൈസ് ഇത് 16,25,000 ചോദിക്കുന്നത്. നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. പിന്നെ ഒരു 90% ലോൺ കൊടുക്കാം. അപ്പൊ ഈ പറഞ്ഞ തുകയിൽ ഒരു 50,000 60,000 കാണാൻ ഇറക്കാം. ഒരു 50,000 മുകളിൽ കാണേണ്ടി വരും. കാരണം 16 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്ന വണ്ടിയല്ലേ. ഒരു 1 ലക്ഷത്തിനുള്ളിൽ എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒക്കെ ട്രാക്ക് നല്ലതാണെങ്കിൽ നമുക്ക് ഡീസലാണ്, മൈലേജും കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമുക്കൊരു ചെറുവണ്ടി തുടങ്ങാം. നല്ലൊരു അടിപൊളി കളറുള്ള ഒരു ഇയോണ്. ഇത് മോഡലും കാര്യങ്ങളൊക്കെ എത്രയാണ്? ഇത് 2012 ആണ്. ഇയോണ് റെഡ് കളറിൽ വരുന്ന എറാ പ്ലസ് മാഗ്ന. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ മാഗ്ന വരുന്നതാണ്. ഡോക്ടർ യൂസിന്റെ സ്റ്റിക്കർ ഒക്കെ കാണുന്നുണ്ട്. നമ്മള് പഴയ ഓണറെ പറഞ്ഞില്ല. ഓക്കെ, ഇത് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് സർവീസ് ഒക്കെ കറക്റ്റ് സർവീസ് ഉണ്ട്. എഞ്ചിനൊക്കെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകാൻ ചെക്ക് ചെയ്യാം. എവിടെ വേണേലും കൊണ്ടുപോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. CTRും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് 1.25 ചോദിക്കേണ്ട, കമ്മിയാക്കി കൊടുക്കാം. 1.25 1.30 മുകളിൽ ലോണും കിട്ടും. ലോൺ കിട്ടൂലേ? ഒരു ചെറിയ തുക ഡൗൺ പേയ്മെന്റ് പൈസക്ക് ഇറക്കാൻ പറ്റൂലേ? ഇത് മാഗ്ന ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു നാനോ പരിചയപ്പെടാൻ. നല്ലൊരു ബ്ലൂ കളറിൽ. ഇത് ഡിക്കുള്ള ടൈപ്പ് ആണോ? ഇത് ഡിക്കൽ ടൈപ്പ്. ഓക്കെ, മോഡല് 2015 1.35 ചോദിക്കുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഫ്രണ്ടില് പവർ വിൻഡോ വരും. പുത്തൻ ടയർ ഓപ്പൺ ചെയ്യാം. ടയർ ഫുൾ കട്ട ടയറാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറല്ലേ? ഇന്റീരിയറും കാര്യങ്ങളും തരക്കേടില്ലാത്ത ഇന്റീരിയർ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. ഇതിൽ ലോൺ കയറുമോ? ലോൺ കയറാൻ പ്രയാസം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് നമുക്കൊരു പുതിയ വാഗനാർ പരിചയപ്പെടാം. ഒരു കോഫി കളറിൽ വരുന്ന വാഹനമല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക്. അപ്പൊ ലേഡീസിനും ചെറിയ ഫാമിലിക്കും ഉപയോഗിക്കാം. AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ആകെ 14,000 ഓടിയിട്ടുള്ളൂ. വെറും 14,000. അത് സർവീസ് ഇല്ല? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു ആക്സിഡന്റും ഇല്ല, റീപ്ലേസും ഇല്ല. പിന്നെ ഓണർഷിപ്പ് എന്തായാലും സിംഗിൾ ആയിരിക്കും. VXI അല്ലേ? അതെ. അപ്പൊ സെറ്റ്, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, എയർ ബാഗ് എല്ലാം വരും. എല്ലാ ഓപ്ഷനും വരുന്നത്. ഓക്കെ, ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 6.40. 6,40,000 താഴെ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. ഈ 6.40 നമുക്ക് കുറച്ചും കൊടുക്കാം. അപ്പൊ വാഗനാറിന് അത്യാവശ്യം മൈലേജ് കിട്ടുമോ? മൈലേജ് കിട്ടൂലേ? ഓട്ടോമാറ്റിക് നോക്കി ഇറക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും. 1.2 ആട്ടോ വണ്ടി. 1.2 ആണ്. പവർ ഉണ്ടാവും, അത്യാവശ്യം പവറും ഉണ്ടാവും. തരക്കേടില്ലാത്തൊരു വാഹനമാവും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു റിഡ്സ് പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറിന വണ്ടിയാണ് റിഡ്സ്. ഇത് ഡീസൽ പെട്രോളാ? ഡീസലാണ്. 2015. ഓക്കെ, 20 മൈലേജും കിട്ടും. 2015 ഓണർഷിപ്പോ? ഓണർഷിപ്പ് 4. ഇത് റീവണ്ടി ആട്ടോ. വണ്ടിയാണ്. 3,400 റുപ്യക്ക് ചോദിക്കുന്നുണ്ട്. 3,400 നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. അതിന് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ നല്ലൊരു ബഡ്ജറ്റ് ഉള്ള വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ 2015 ഇപ്പൊ ഏകദേശം നമ്മളെ മാർക്കറ്റിൽ എത്ര വരുന്നുണ്ട്? കേരള വണ്ടിയാണെങ്കിൽ 4,400 മാർക്കറ്റ് വരുന്നുണ്ട്. 1 ലക്ഷം റുപ്യോളം നമുക്ക് ഡിക്രീസ് ചെയ്ത് കിട്ടൂലേ? പക്ഷെ നല്ല തിരക്കേടില്ലാത്ത സർവീസ് ഉണ്ട് വണ്ടിക്ക്. 1.40 ഓടിയാണ്. കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? മേജർ ആയിട്ട് ഒന്നുമില്ല. CTRും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇത് ലോണ് കിട്ടും ഇതിന്? ലോണ് ഒരു 2ന്റെ മുകളിലൊക്കെ ലോണും കിട്ടില്ലേ? ചെറിയ ഒരു 1 ലക്ഷം താഴേക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. സുഖമായിട്ട് ഇറക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ബലാനോ പരിചയപ്പെടാം അല്ലേ? ബലാനല്ല, അത് ഗ്ലാൻസ് ആണ്. സോറി ഗ്ലാൻസ് ആണല്ലേ? ഇത് അതെ, രണ്ടും ഒരേ വണ്ടി തന്നെയല്ലേ? ഓക്കെ, നമ്മുടെ ബലാനും കുറെ ഉണ്ട്, അതേപോലെ ഗ്ലാൻസ് ഉണ്ട്. ഗ്ലാൻസിൽ തന്നെ 2021 ആണ്. 2020 ആണ്. 2020 തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഒരുപാട് വണ്ടി നമുക്ക് ബലാനോ ഗ്ലാൻസ് ഒക്കെ ആയിട്ടുണ്ട്.
ഇത് 35,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാ ഫംഗ്ഷൻ. ഇത് വി ആട്ടോ, ഏറ്റവും ഫുൾ ഓട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇതിന് ജി ഉണ്ട് നമ്മളടുത്ത്. അതായത് ഇതിന് തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വണ്ടിയുണ്ട്. ജി ഉണ്ട്. ഇത് പെട്രോൾ ഡീസൽ? പെട്രോൾ. ലാൻസ് പെട്രോൾ ഉള്ളൂ. പെട്രോൾ ഇല്ല. പെട്രോൾ ആകുമ്പോൾ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇല്ല. കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ ടൊയോട്ട ബ്രാൻഡും അല്ലേ? അതെ. പിന്നെ ടൊയോട്ടന്റെ സർവീസ് പക്കയായിരിക്കും. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC സിസ്റ്റം, ബട്ടൺ സ്റ്റാർട്ട് അല്ലേ വരുന്നത്? ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? 8 ലക്ഷം റുപ്യ. 8 ലക്ഷം റുപ്യ കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണും ചെയ്യാം. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇതിനെ മറ്റേ ജിയും അതേപോലെ 28,000 ഓടിയ വണ്ടിയുണ്ട്. അത് നമുക്ക് 7.25 കൊടുക്കാം. ഏകദേശം ഒക്കെ ഒരു 50 റുപ്യ 60 റുപ്യ വണ്ടി ഇറക്കാം. അപ്പൊ ബലേനോം ഗ്ലാൻസ് ഒക്കെ തിരഞ്ഞെടുക്കണ വേറെ എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ട് തന്നെ വന്നോളി. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു അമേസ് പരിചയപ്പെടാം. സെഡാൻ വാഹനങ്ങളില് കത്തി നിൽക്കുന്ന ഒരു വാഹനമാണ് അമേസ്. ഇത് മോഡലും കാര്യങ്ങളൊക്കെ? ഇത് 2023 ഇറങ്ങിയ 2022 മോഡലാ. 22 മോഡല്, 23 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. ഓണർഷിപ്പും കാര്യങ്ങളും? സിംഗിൾ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 16,000. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. CVT ആണോ? CVT ഓട്ടോമാറ്റിക്. CVT ആണ്. അപ്പൊ ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ്, എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. എത്ര കൊടുക്കാം? ഇത് 9.30 ചോദ്യം. കമ്മിയാക്കി കൊടുക്കാം. 9,30,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. ഓട്ടോമാറ്റിക് വാഹനമാണ്. ലേഡീസിനും ചെറിയ ഫാമിലിക്കും ഒക്കെ പറ്റിയ വണ്ടിയാണ് കേട്ടോ. പുതിയതിന് എത്ര വരുന്നുണ്ട്? 11ന്റെ മുകളിൽ വരുന്നുണ്ട്. 11ന്റെ മുകളിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ പുതിയൊരു അമേസ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 10 മാസത്തെ ഗ്യാപ്പ്. അപ്പൊ ഒരു കൊല്ലത്തിന്റെ കറക്റ്റ് ഗ്യാപ്പ്. ഒരു കൊല്ലത്തിന്റെ പഴക്കമുള്ള വണ്ടിക്ക് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു സെഡാൻ വാഹനം പരിചയപ്പെടാം. ഫുൾ ലോണിൽ കൊടുക്കട്ടോ. ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കാം. ഓക്കെ. ഒരു തുക ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു സെഡാൻ വാഹനമാണ്. പെർഫോമൻസും ഉണ്ട്, ലുക്കും ഉണ്ട്. ഡീറ്റെയിൽ അതിന് വരും. 2015 സിംഗിൾ ഓണർ. 2015 മോഡൽ സിയാസ്. ZDI പ്ലസ്. ഏറ്റവും ടോപ്പ് എൻഡ്. ഹൈബ്രിഡ് ആണ്. അപ്പൊ മൈലേജിന്റെ കാര്യങ്ങളൊന്നുമില്ല, പേടിക്കാനില്ല. ഒന്നും പേടിച്ചില്ല. എല്ലാ മൈലേജും ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ ഉണ്ട്, അലോയ് വീൽ ഉണ്ട്. ഫുള്ള് ലോൺ ആക്കി കൊടുക്കാൻ പറ്റും. ഒരു തുക ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റും. ചിലപ്പോ അങ്ങോട്ട് പൈസ കിട്ടും. ഞാൻ ഇന്നലെ ഒരു ബലാനോ ഇറക്കി കൊടുത്തു. അതില് 23,000 ഇറക്കി പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു. ഇന്നലെ വൈകുന്നേരം രാത്രി ഇറക്കി കൊടുത്ത ഒരു ബൈക്ക് കൊടുക്കാം. ഒരു കാർ എടുക്കുക, ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് കൊടുക്കുക. ഓക്കെ. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത വാഹനം. നല്ല ബാങ്കിങ് ആണെന്നുള്ളൂ. തിരക്കോട് ഒരു കംപ്ലൈന്റും ഇല്ല. 5.30 നമ്മൾ ചോദിക്കണ വില. അതിൽ ചെറിയ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ 5.30 നമുക്ക് ലോണും കൊടുക്കാം. 5.30 ഒക്കെ തിരക്കേടില്ലാത്ത റേറ്റ് ആണ്. ശരിക്കും 2015 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 6 റുപ്യൊക്കെ ചോദിച്ചു കൊടുക്കണം. മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം കുറച്ചാണ് കൊടുക്കണേ. കൊടുക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് അത്യാവശ്യം വർക്കൊക്കെ എടുത്തൊരു ബലേനൊക്കെ പരിചയപ്പെടാട്ടോ. ഇത് നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഇത് 1 രൂപ പോലും മുടക്കാതെ കൊണ്ടുപോകാം. ഒരു കാര്യം, അത്യാവശ്യം ട്രാക്കും ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് നോക്കിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? 2015 സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,50,000 കിലോമീറ്റർ. അതും വിത്ത് കമ്പനി സർവീസ് മാത്രം. അതും കമ്പനി സർവീസ് ആണ്. ഡീസലോ പെട്രോളോ? ഡീസൽ. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടൂലേ? അതെ. ഇതിൽ തന്നെ നമുക്ക് ഇതേ കളറിൽ തന്നെ ആൽഫ ഉണ്ട്. 2015 16. അതേപോലെ 2017 2 വണ്ടി ഉണ്ട്. നമുക്ക് ടോട്ടല് 4-5 ബലാനോ ഉണ്ട്. 4 ബലാനോ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ബലേനോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബലേനോ ഗ്ലൻസോ തപ്പി നടക്കുന്നവർ എങ്ങോട്ടും പോണ്ട, അങ്ങോട്ടും വണ്ടിയാണോ? അതെ. സിംഗിൾ ഓണർ. ഓക്കെ. യാർഡിൽ തന്നെ ഏകദേശം ഒരു 80% വണ്ടി സിംഗിൾ ഓണർ വണ്ടി. നമ്മള് പരിചയപ്പെട്ടാൽ തന്നെ പിന്നെ അപൂർവം സെക്കൻഡ് ഓണർ കുറവാണ് വരാറുള്ളത്. എക്സ്ചേഞ്ച് തോന്നുന്നില്ലേ വരുന്നത്? നല്ല വണ്ടികൾ നോക്കി നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് വാല്യൂ ആവും. അതെ തീർച്ചയായും. നമ്മൾ പരമാവധി കുറച്ച് ഒരു 10 രൂപ അധികമാണെങ്കിലും കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ഹോണ്ട സിറ്റി പരിചയപ്പെടാം. അതിന്റെ 4 ഇമ്പോർട്ടഡ് അലോയ് വീൽസ് ഒക്കെ ഇട്ട കിടിലൻ വണ്ടി. ഇത് ഫുള്ളാണോ? എന്താ ഫുള്ളോണ്ട സമ്മേളനം? ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി
ഫുൾ ഓൺ കിട്ടിയില്ല ഒരു പരാതി പറയുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ഈ വണ്ടികളൊക്കെ കണ്ട് കൊടുക്കാം നമ്മളെ കസ്റ്റമേഴ്സിന്. അതും സിംഗിൾ ഓണർ വണ്ടി. ഇത് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,00,000 മുകളിൽ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എന്താ ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ്. 2017 8.8 മുകളിൽ മാർക്കറ്റിലെ വണ്ടി. 7,00,000 മുകളിൽ ലോൺ കിട്ടും. നമ്മൾ ചോദിക്കുന്നത് 7 ലക്ഷം റുപ്യാണ്. വെറും 7 ലക്ഷം റുപ്യ ലോൺ കൊടുക്കും. അപ്പൊ ഈ വണ്ടി എടുക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കും. ഓക്കെ, ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. മൈലേജും 25 കിലോമീറ്റർ മൈലേജും കിട്ടും. പെർഫോമൻസിന് രാജാവട്ടത് സെഡാൻ വണ്ടിയില്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. ഡ്രൈവർ വെച്ച് ഉപയോഗിച്ച വണ്ടി അത്. വീട്ടില്. ഓക്കെ, ഇതിന്റെ സ്റ്റോക്ക് ടയർ ഉണ്ടാവുമോ? ഇല്ലല്ലേ. ഓക്കെ, നല്ല ഇമ്പോർട്ടഡ് അലോയ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു വീണ്ടും ഒരു ഇയോണ് പരിചയപ്പെടാം. ഇയോണ് മാഗ്ന കേട്ടോ. ഇത് മാഗ്ന. കിലോമീറ്ററോ? ഇത് 64,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 2016 17 ഇറങ്ങിയ 16 മോഡൽ. 64,000 കിലോമീറ്റർ. 65 നമ്മൾ ചോദിക്കുന്നത്. അതിൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 265 കൊടുക്കാം. ഓക്കെ, ഇന്റീരിയർ തരക്കേടില്ലാത്ത നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒക്കെ ഒരു നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ലോൺ കിട്ടും? ലോണും കിട്ടും. നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത വാഹനമാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ മേജറായിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ വർക്ക് ചെയ്യാൻ ഡീസന്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ബഡ്ജറ്റ് കുറഞ്ഞൊരു വാഹനം പരിചയപ്പെടാം. ആൾട്ടോ 800. ആൾട്ടോ 800 അല്ല, ആൾട്ടോ പഴയത് LX 2009 അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഇതിന് 3 ഓണർഷിപ്പ്. പിന്നെ മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ വണ്ടിയാണ്. പിന്നെ ബമ്പർ, റണ്ണിംഗ് ബോർഡ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. നവംബറിലാണ് ഇതിന്റെ റിന്യൂവൽ വരിക. ടൈം ഉണ്ട്. പിന്നെ ഒരു 1.20 കിട്ടിയാൽ കൊടുക്കാം. 1.20 അതേപോലെ തന്നെ 2009 വേറെ വണ്ടിയുണ്ട്. അത് 1.15 കൊടുക്കാം. അത് ഇവിടെ വണ്ടിയിലെ പുറത്താണ്. വർക്കിലാണ്. മാർക്കറ്റ് റേറ്റ് തന്നെയാണ് വില വരുന്നത്. തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി വണ്ടി തന്നെയല്ലേ? അതെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു നാനോ പരിചയപ്പെടാം. വീണ്ടും ഒരു നാനോ. 45,000 റുപ്യ കൊടുക്കാൻ പറ്റിയ നാനോ ആണ്. വെറും 45,000 റുപ്യ കൊടുക്കാം. 2011. ഓണറോ? ഇത് സിംഗിൾ ഓണർ. ഒരു സിംഗിൾ ഓണർ വണ്ടി. ഇത്ര കാലം 45,000 റുപ്യ കൊടുക്കാം. 45,000 സിംഗിൾ ഓണർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതും കറക്റ്റ് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലേ? ഇത് പക്ക വർക്ക്, എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ ഭാഗവും വർക്ക് ചെയ്യാം. ഓക്കെ, ഇതില് ലോൺ ഇനി കിട്ടുമോ ചോദിക്കും. ലോണുള്ള വകുപ്പില്ലല്ലോ. ആകെ 45 റുപ്യ കിട്ടിയ അതും ചോദിക്കുന്ന ആൾക്കാര്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികളിൽ സെലേറിയോ പരിചയപ്പെടാം. സെലേറിയോ അത് AMT ഗിയർ ബോക്സിലാണ്. സെക്കൻഡ് ഓണർ ആണ്. 90 കിലോമീറ്റർ ഓടിയാണ്. 90 മുകളിൽ 92 ഓടിയാണ്. ബമ്പർ ചെറിയൊന്ന് ടച്ച് ചെയ്യാണ്ട്. ബമ്പർ അല്ലേ? പിന്നെ ZXC ആട്ടോ, ഫുൾ ഓപ്ഷനാ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. എയർ ബാഗും വരും. അതെ. എയർ ബാഗ്, സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല വണ്ടിയാ. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഇപ്പൊ എത്ര പറയാം നമുക്ക്? ഇത് 15-18 റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. മൈലേജ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, അതിനനുസരിച്ച് മൈലേജ് കിട്ടുള്ളൂ. ലേഡീസിന് ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 385 കൊടുക്കാം നമുക്ക്. 385 ഒരു കുഞ്ഞനെ ഓട്ടോമാറ്റിക് വണ്ടി. ബമ്പർ മാത്രം ടച്ച് ചെയ്യാണ്ട് ഒന്നും ചെയ്തില്ല വണ്ടി പോലെ കൊണ്ടുവന്ന് അതേമാതിരി നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പുത്തൻ വണ്ടിയാക്കിയാണ് കൊടുക്കും. ആകെ ബമ്പർ മാത്രം ടച്ച് ചെയ്യാണ്ട് വേറെ ഒന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വീണ്ടും കയറ്റിയിട്ടില്ല അറിയാം. അതുമേലെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് 1000 cc ഓട്ടോമാറ്റിക് തന്നെ. 1000 cc വീണ്ടും ഓട്ടോമാറ്റിക് വാഗനർ. ഡീറ്റെയിൽ ഇത് 2019 മോഡലാണ്. നമ്മൾ നേരത്തെ കാണിച്ച 20 ആണ്. ഇത് 19 ആണ്. കിലോമീറ്റർ 550 ചോദിക്കുന്നുണ്ട്. 19,000 ഓടിയിട്ടുള്ളൂ. വെറും 19,000. 5 MB ഓട്ടോമാറ്റിക് വാഗനർ കൊടുക്കാം അല്ലേ? റീപ്ലേസ്മെന്റ് അതിനൊരു ഡോർ ഉണ്ട്. ഈ ഡോർ അതും കമ്പനിയിൽ തന്നെയാണ്. അതിന്റെ ഫോട്ടോ എന്റെ അടുത്തുണ്ട്. അത് മാറ്റുന്നതിന് മുമ്പ് ചെറിയൊരു ചാനൽ അറിയാണ്. തട്ടുമുട്ടില്ല. അതിന്റെ ഫോട്ടോ എന്റെ അടുത്ത് നമുക്ക് പാർട്ടിക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. പുത്തൻ ഡോർ ആണല്ലേ? കമ്പനി ഡോർ തന്നെയാണ്. അത് ഹിസ്റ്ററിയിലും കാണാം കമ്പനിയിൽ നിന്ന് മാറ്റിയത്. പിന്നെ മാറ്റിയതിന്റെ ഫോട്ടോ എന്റെ അടുത്തുണ്ട്. എന്നാലും ബമ്പർ ടമ്പർ ഇൻഷുറൻസ് ഉണ്ടായപ്പോ സ്ക്രാച്ചിന് മാറ്റിയതാ. അപ്പൊ അതിന്റെ ഫോട്ടോന്റെ ചെറിയതൊക്കെ മാറ്റും. അത് ടച്ച് ചെയ്യാവുന്ന കേസുള്ളൂ. റീപ്ലേസ് വെച്ചാൽ റീപ്ലേസ് ആണ്. ഇത് 550 ചോദിക്കുന്നുണ്ട്. ചെറിയ ഇതിലൊക്കെ നമുക്ക് കമ്മിയാക്കി ചെറിയ പൈസക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ആകെ 19,000 രൂപ. കറക്റ്റ് സർവീസ് ഉണ്ട്. കേരളത്തിൽ രജിസ്ട്രേഷൻ വണ്ടിയാണ്. മലപ്പുറത്തെ ഉള്ള വണ്ടിയാണ് അത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് i20 പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ്. 6000. ഇത് ഡീസലോ പെട്രോളാ? ഡീസൽ ലാസ്റ്റാ. പെട്രോളിന് മൈലേജ് പറഞ്ഞ സാധനമില്ല. നല്ല മൈലേജ്. ഡീസലിന് മൈലേജ് ഉണ്ട്. പുത്തൻ ടയർ ആട്ടോ വണ്ടിമേലൊക്കെ. പുത്തൻ ടയർ ആണല്ലേ? ഓക്കെ, അത് ആസ്റ്റ ആണല്ലേ? ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. എല്ലാം അതും വരും. ഓക്കെ, വണ്ടിക്ക് റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. 90 മുകളിൽ ഓടിയാണ്.
90 മുകളിൽ ഓടി 92 95 ഒന്നിന് താഴെ എന്ന് പറയാം. ഒന്നിന് താഴെ ഓട്ടുണ്ട്. തരക്കേടില്ലാത്ത. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 5.35 കൊടുക്കാം. 5.35 കൊടുക്കാം. ലോണോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തും കൊടുക്കുകയും ചെയ്യാം. മാത്രമല്ല നമുക്ക് മാക്സിമം ലോണും കൊടുക്കാം. ഓണർഷിപ്പ് ഒക്കെ എത്ര? ഇത് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ. അപ്പൊ മാക്സിമം ലോണും ചെയ്യാം. സിംഗിൾ ഓണർ I20 നമുക്ക് കൊടുക്കും ചെയ്യാം അല്ലേ? ഇതേപോലെ വേറെ രണ്ട് I20 നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ 7 സീറ്ററുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു SUV പരിചയപ്പെടാം അല്ലെ? SUV ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014-15 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. XUV W8 ആണ്. അപ്പൊ ഫുൾ ഓപ്ഷൻ. അപ്പൊ ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ടയർ ഫുൾ അലോയിലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? വണ്ടി തരക്കേടില്ലാത്ത വാഹനമാണ്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഓണർഷിപ്പ് സിംഗിള് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 1.65 ഓടി ഉണ്ട് അല്ലേ? സർവീസും ഉണ്ട് കേട്ടോ. തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 7.40. 7,40,000. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യല്ലേ? മാക്സിമം ലോൺ ചെയ്യാം. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് XUV ഇറക്കാം അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു ഇന്നോവ പരിചയപ്പെടാം. അത് V ഓപ്ഷൻ ആണോ? അല്ല, ഇത് G4 ആണ്. പക്ഷെ നല്ല അലോയ് ഉണ്ട് അല്ലേ? ഓക്കെ. ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട്. മോഡലും എത്രയാണ്? ഇത് 2014 മോഡല്. 14. ഓണർഷിപ്പ് ഇത് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. NOC ആയി. നമ്മള് കേരള നമ്പറിൽ നമുക്ക് 9,000 രൂപയാണ് ചോദിക്കുന്നത്. 9,000 രൂപ കേരള നമ്പറിൽ. തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി. അതെ. ടയറും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഒരു ആവറേജ് ഉണ്ട്. ബാക്കിൽ സ്കേർട്ടിങ്ങുകൾ കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ G4 2.5 G4 ആണ് വരുന്നത്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ മോഡൽ കൂടി വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് ഞാൻ പറഞ്ഞല്ലേ, കേരള നമ്പറിൽ നമുക്ക് 9,000 ചോദിക്കുന്നുണ്ട്. NOC ആയി. ഇപ്പൊ UP നമ്പറിലുള്ളത്. നമ്മൾ കേരള നമ്പറിലാക്കാരം കൊടുക്കുക. ഇനി വിത്ത് NOC കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ അതിന്റെ ടാക്സിന്റെ പൈസ നമ്മൾ കുറച്ച് കൊടുക്കും. ഓക്കെ. ഇതിപ്പോ തരക്കേടില്ലാത്ത വാഹനമാണ്. ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ലോൺ കിട്ടും. എത്ര കയറും? ഒരു 1.5 ലക്ഷം റുപ്യ ബാക്കി ലോൺ എടുക്കാം. 1.5 ലക്ഷം റുപ്യ ഇന്നോ സ്വന്തമാക്കാം. 2014. ഇപ്പൊ ഈ RC ഗവൺമെന്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേനി. RC പ്രശ്നമായതുകൊണ്ട് പ്രിന്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ അസോസിയേഷൻ, കേരള ബ്രോക്കർ അസോസിയേഷൻ അതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ഇപ്പൊ രണ്ടാമത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ NOC എടുത്തു. അതുകൊണ്ട് ഇനി RC വൈകുന്നത് ഒരു പരിധി വരെ നമുക്ക് പേടിക്കണ്ട. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഒരു 7 സീറ്റർ പരിചയപ്പെടാം. സിംഗിൾ ഓണർ എർട്ടിക. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഹൈബ്രിഡ്. 18 മോഡല്, 19 രജിസ്റ്റർ, സിംഗിൾ ഓണർ. മൈലേജ് എത്ര രജിസ്ട്രേഷൻ? ഏകദേശം ഹൈബ്രിഡ് ആയതുകൊണ്ട് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? 17-18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. 18 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ടയർ ആവറേജ് ടയർ ഉണ്ട് അല്ലേ? 80% ഉണ്ട്. ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ലല്ലേ? ഓപ്ഷൻ ഏതായിരുന്നു? ഇത് VDI ഓപ്ഷൻ കാണുന്നത്. VDI ഓപ്ഷൻ ആണ് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എയർ ബാഗ് സിസ്റ്റം, സീറ്റ് കവർ തുടങ്ങിയ ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 8.5 ലക്ഷം റുപ്യ. 8.5 ലക്ഷം റുപ്യ കൊടുക്കാം. നമ്മൾ ചോദിക്കണ വില കേട്ടോ. ഇതൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും. ഏത് വണ്ടി നമ്മൾ ചോദിക്കണ വില എന്തായാലും കമ്മിയാക്കി കൊടുക്കും. ആൾക്കാർ പറയാം അവിടെ വില കൂടുതൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയാം. നമ്മളത് കമ്മിയാക്കി കൊടുക്കും. അത് വാങ്ങാൻ വരുന്നോനല്ലേ നമ്മൾ ചെയ്യാം. മാന്യമായി കൊടുക്കും. മാർക്കറ്റ് റേറ്റ് പറഞ്ഞ കാരണം എന്തായാലും ആളുകളെ നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കേണ്ടി വരും. മാത്രമല്ല പിന്നെ എക്സ്ചേഞ്ചോ കാര്യങ്ങളാണെങ്കിലും അവരെ വണ്ടിക്ക് പരമാവധി നമ്മളൊരു വിലയും കാണേണ്ടി വരും. പിന്നെ നമ്മളെ എടുക്കണ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഓൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ. അല്ലെങ്കിൽ 10, 20, 30, 50 കിലോമീറ്റർ അവർ ഓടി ചെക്ക് ചെയ്തോട്ടെ. ചെയ്ത് കൊടുക്കും. മാരുതിന്റെ ഷോറൂം കൂടെ അടുത്ത് തന്നെയാണ്. ഒരു മാരുതിന്റെ ഷോറൂം കൊണ്ടേക്കോട്ടെ. അതിനൊന്നും ഒരു പ്രശ്നമല്ല. അതായത് എടുക്കണ വണ്ടി അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുക്കാം. അടുത്തതാണ് നമ്മൾ തുരിപ്പിച്ചിട്ട് വെറും 3.25 ലക്ഷം റുപ്യക്ക് ഹൈ ക്വാളിറ്റി ഇന്നോവ. ഇത് 2015-16 നിങ്ങളൊന്ന് പറഞ്ഞാണ് അല്ലേ? ഇത് ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെ? 2008 മോഡലാ. 28 വരെ റിന്യൂവൽ എടുത്തിട്ടുണ്ട്. 28 വരെ റിന്യൂവൽ ഉണ്ട്. 2008 മോഡൽ ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടി. ഒരു കോംപ്രമൈസ്. സിൽവർ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ. റീ വണ്ടി അല്ലേ? റീ വണ്ടി. ടയർ ഒരു ഏകദേശം എത്ര വരുന്നുണ്ട്? ഒരു 60-70% ഉള്ള ടയറുണ്ട്. 70% കുറവാണ്. ഓക്കെ. അത്യാവശ്യം തിരക്കുള്ള ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. സ്പോയിലർ ഒക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ആണ് ഇതിന്റെ ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വലിയൊരു സിസ്റ്റം വരുന്നുണ്ട്. AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? നല്ല കൂളിംഗ്. എല്ലാം കൂളിംഗ്. എഞ്ചിനൊക്കെ ഒന്നും നോക്കാനില്ലല്ലോ. ടൊയോട്ടന്റെ വണ്ടി വർക്ക് കണ്ടീഷനെ കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്താണ്. കിലോമീറ്റർ 1.25 മുകളിൽ ഓടിയാണ്. അതിപ്പോ പറയാൻ പറ്റുമോ?
ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ വണ്ടിയാണ്. പക്ഷെ എഞ്ചിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി വർക്കിംഗ് കണ്ടീഷനാണ്. 7 സീറ്റർ ആണ് വരുന്നത്. പക്ഷെ തരക്കേടില്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ഈ 3.25 ലക്ഷം രൂപ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാം. ലോണ് കിട്ടും. ലോണ് പ്രയാസമാണ്. നമുക്ക് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി കാർ സ്വന്തമാക്കാം അല്ലെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് റേറ്റ് അല്ല. നമ്മൾ ജുനൈദ് ഖാനെ കണ്ടാൽ മതി, എന്തെങ്കിലുമൊക്കെ മൂപ്പര് ആയിട്ട് കൊടുക്കാം. കൊടുക്കണ കായ്ക്കുള്ള വണ്ടി ഉണ്ടാവില്ലേ, അത് നമുക്ക് ഗ്യാരണ്ടി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് 2 ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ആരും അത് കാണാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.